തിരുവനന്തപുരം പനച്ചമൂട് വീട്ടമ്മ പ്രിയംവദയെ കൊന്നു കുഴിച്ചുമൂടിയ സംഭവത്തിൽ പ്രതി വിനോദിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ 24-ന്. കൊലപാതകത്തിന് കാരണം സാമ്പത്തിക ഇടപാട് തന്നെയാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതി. മണ്ണ് വെട്ടിയിടാൻ മാത്രമാണ് താൻ സഹായിച്ചതെന്ന് കേസിൽ പ്രതിയായ വിനോദിന്റെ സഹോദരൻ സന്തോഷ് മൊഴി നൽകി. സലീം മാലിക് വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് സലീമ, സാമ്പത്തിക ഇടപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല പ്രതിയുമായി എന്ന് ഈ പ്രിയംവദയുടെ ബന്ധുക്കൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇയാളുടെ കുറ്റസമ്മത മൊഴി മുഖവിലേക്ക് എടുക്കുമോ പോലീസ് ഈ ഘട്ടത്തിൽ? വിജയകുമാർ, പ്രതി വിനോദിന്റെ കുറ്റസമ്മത മൊഴി പോലീസ് ഒരു പ്രധാനപ്പെട്ട രേഖയായി തന്നെ കരുതുന്നുണ്ട്. അപ്പോഴും കൂടുതൽ അന്വേഷണം വേണം, ആ വിഷയത്തിൽ കൂടുതൽ പരിശോധന വേണം എന്നുള്ളൊരു നിലപാടിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്താൽ ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. കാരണം അതിനുശേഷം ഈ വിഷയത്തിൽ സാമ്പത്തിക തർക്കം മാത്രമാണോ എന്നുള്ള നിലയിൽ പോലീസിന് പരിശോധന നടത്തേണ്ടതുണ്ട്. മാത്രമല്ല, സാമ്പത്തിക ഇടപാടുകൾ, ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ പോലീസ് ശേഖരിക്കാനും തുടങ്ങുകയാണ്. അതിനിടയിലാണ് ഈ നിർണായക മൊഴി 24-ന് ലഭിച്ചത്. വിനോദ് പറയുന്നത് പ്രകാരം സാമ്പത്തിക ഇടപാടാണ് കൊലപാതകത്തിന് കാരണം. പാൽ വാങ്ങാൻ പോകും വഴി രാവിലെ പ്രിയംവദയെ വീടിനുള്ളിലേക്ക് ബലമായി വലിച്ചു കയറ്റുകയായിരുന്നു. അതിനുശേഷം മുഖത്തടിച്ചപ്പോൾ പ്രിയംവദയുടെ ബോധം പോയി. ഒരു മണിക്കൂറിന് ശേഷം ബോധം വന്നപ്പോൾ പ്രിയംവദ ഉറക്കെ വിളിച്ചുകൂവാൻ തുടങ്ങുകയായിരുന്നു. അങ്ങനെയാണ് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം വീട്ടിലെ കട്ടിലിനടിയിൽ തന്നെ സൂക്ഷിച്ചിരുന്നു. അതിന് പിന്നാലെ 2 ദിവസം കഴിഞ്ഞ് ഈ സഹോദരൻ സന്തോഷിനെ കൂടി വിളിച്ചു വരുത്തിയതിനു ശേഷം സന്തോഷിനെ മദ്യം നൽകി അബോധാവസ്ഥയിലാക്കി. പിന്നാലെ ഒരു കുഴിയെടുത്ത് ആ കുഴിയിൽ പ്രിയംവദയുടെ മൃതദേഹം കുഴിച്ചിടുകയായിരുന്നു. കുഴിച്ചിട്ട് വളരെ കുറച്ച് മണ്ണ് മാത്രമാണ് മുകളിലിട്ടത്. അതിന് പിന്നാലെ സന്തോഷിന്, മദ്യലഹരിയിൽ നിന്ന് മുക്തനായ സന്തോഷിനെ കൊണ്ട് കൃഷി ആവശ്യത്തിനായി താൻ കുറച്ച് മണ്ണിളക്കിയിട്ടിട്ടുണ്ട്, അതൊന്ന് മൂടണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് സന്തോഷ് മണ്ണ് അതിന് മുകളിൽ മൂടിയത് എന്നുള്ളതാണ് പ്രതിയുടെ മൊഴി. അതിന് പിന്നാലെ ഇരുവരും ചേർന്ന് വീട് കഴുകുകയും ചെയ്തു. അതുകൊണ്ട് സന്തോഷിന് ഈ കേസിൽ നേരിട്ട് ഇടപെടൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഇപ്പോൾ സംശയമുണ്ട്. പക്ഷേ അപ്പോഴും വീട് കഴുകിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ സന്തോഷ് അറിയാതെ ചെയ്യില്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്ന നിഗമനം. സന്തോഷും പറയുന്നത് താൻ കൊലപാതകത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, പകരം ഈ കുഴിച്ചിടാനുള്ള സഹായം മാത്രമാണ് ചെയ്തത്, അതും താൻ കുഴിച്ചിട്ടിട്ടില്ല, അങ്ങനെ ഒരു ബോഡി ഉണ്ട് എന്നറിയില്ല, മണ്ണ് വെട്ടിയിടുക മാത്രമാണ് ചെയ്തത് എന്നുള്ളതാണ് സന്തോഷ് നൽകുന്ന മൊഴി. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിനിടയിലാണ് നിർണായകമായ സാമ്പത്തിക ഇടപാട് തമ്മിൽ അമ്മയുമായി സാമ്പത്തിക ഇടപാടില്ല എന്ന പ്രിയംവദയുടെ മക്കൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. 24-നോടും അക്കാര്യം അവർ പറയുകയും ചെയ്തിരുന്നു. വിനോദിന്റെ പേര് പോലും പ്രിയംവദയ്ക്ക് അറിയുകയുണ്ടായിരുന്നില്ല. വഴിത്തർക്കവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം. ഒപ്പം ഈ പ്രതി വിനോദിന്റെ ഭാര്യാമാതാവും പറയുന്നത് ഇവരും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തന്നെയും മക്കളെയും കൊന്നുകളയുമെന്ന് ഭയന്നാണ് ഒരു ദിവസം ഇക്കാര്യം മറച്ചുവെച്ചത് എന്നും ഭാര്യാമാതാവ് പറയുന്നു. എന്തായാലും അതിൽ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ.